എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ജാതകത്തെ, അതായത് എന്താ പറയുക, CM നമ്മുടെ ചീഫ് മിനിസ്റ്റർ ജോസഫ് വിജയ് അദ്ദേഹത്തിൻ്റെ ജാതകമാണ്. നമുക്ക് ആ കുട്ടിയുടെ ജാതകം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. കാരണം എവിടെയും പൊതുവെ തേടിയപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുന്നുണ്ട്, അതനുസരിച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ടൈം നമുക്ക് എവിടെയും കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഞാൻ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്തപ്പോഴും ശരിക്കും 7:20 അല്ലെങ്കിൽ 11 അങ്ങനെയൊക്കെ, അപ്പോൾ കന്നി ലഗ്നം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ശരിക്കും എന്താ പറയണേ, കർക്കിടക ലഗ്നമാണ്. പല സ്ഥലങ്ങളിലും കർക്കിടക ലഗ്നം പറയുന്നുണ്ട്. അപ്പം നമ്മൾ 7:20 ഇട്ട് നോക്കുമ്പോൾ അത് പുണർ നക്ഷത്രത്തിലാണ് വരുന്നത്. ഒരിക്കലും പുണർ നക്ഷത്രം ആകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം പുണർ നക്ഷത്രം ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. അത് നഷ്ടപ്പെട്ട ഒരു പ്രകാശം, നഷ്ടപ്പെട്ടത് വീണ്ടും തിരിച്ച് കിട്ടുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും തിരിച്ച് കിട്ടുന്നതാണ് ഒരു പുണർ നക്ഷത്രത്തിൻ്റെ ഇത്. അതായത് നഷ്ടപ്പെട്ട പ്രകാശം വീണ്ടും തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അതായത് തമിഴിൽ പറയും, നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ എന്തെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് വീണ്ടും പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടുന്നതിനാണ് പുണർ നക്ഷത്രം പറയുന്നത്. അത് ശ്രീരാമൻ്റെ ഇതേ കർക്കിടക ലഗ്നം തന്നെയാണ്, പുണർ നക്ഷത്രമാണ്. പക്ഷേ ഈ കുട്ടിക്ക് അത് നല്ല പീക്കിലിരിക്കുന്ന സമയമാണ് അല്ലേ. എത്രയോ സാലറിയൊക്കെ വാങ്ങുന്ന ഒരാളാണ്. അതിനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് അവർ പൊളിറ്റിക്സിലോട്ട് വന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടമായി പോയി എന്ന് പറയാൻ പറ്റില്ല. നല്ല പൊസിഷനിലിരിക്കുന്ന ആൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പുണർ നക്ഷത്രമല്ല എന്നുള്ളത് എനിക്ക് തീരുമാനം. അപ്പോൾ ആ 7:20 എന്നുള്ള സമയം തെറ്റാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ആദ്യം ഇട്ടില്ല എന്ന് തോന്നാം നിങ്ങൾക്ക്. ഞാനത് അത് ചീഫ് മിനിസ്റ്റർ ആയി എന്നുള്ള രീതിയിലൊന്നുമല്ല ഇടുന്നത്. ആ ജാതകം നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്നതാണ്. കാരണം ഞാനത് പറയാം. അപ്പോൾ നേരത്തെ ഇട്ടില്ല എന്ന് തോന്നാം. ഞാൻ അതിനു വേണ്ടിയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു കൗതുകം. ആ ജാതകത്തിൽ എന്താണ് ഇത്രയും നാൾ സിനിമ അഭിനയത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോളിറ്റിക്സിലേക്ക് ഒരു ചേഞ്ച്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ പുണർ നക്ഷത്രമല്ല പൂയ നക്ഷത്രം എന്നുള്ളതാണ്, അത് മനസ്സിലാക്കി. അപ്പോൾ കർക്കിടക ലഗ്നമാണെന്നും അറിയാം. പക്ഷേ ആ കർക്കിടക ലഗ്നത്തിന് ആ സമയം, കർക്കിടക ലഗ്നത്തിന് പൂയം നക്ഷത്രം വരുന്ന സമയത്താണ് ഞാൻ 9 മണി എന്നാണ് ഞാൻ നോക്കിയത്. അതിനുശേഷമാണ് ആ പൂയ നക്ഷത്രം നിൽക്കുന്ന സമയം വരയ്ക്കുമുള്ള ഇതാണ്. അപ്പോൾ ലഗ്നവും മാറാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ചാണ് നോക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണ്, ടൈമാണ്. കാരണം പൊതുവേ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള മിക്കവാറും സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ടൈം ആരും കൊടുക്കില്ല എന്ന് പറയും, ശരിക്കുള്ള സമയം കൊടുക്കില്ല എന്ന് പറയും. അത് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും വെളിയിൽ പറയില്ല എന്നാണ് എൻ്റെ ഇത്. അപ്പം ഞാൻ പല വീഡിയോസും കണ്ടിട്ട് ഞാനിത് കണ്ടുപിടിച്ചതാണ്. ഈ സമയമായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി പൂയ നക്ഷത്രമാണെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ രീതി കാണുന്നതും അതിൻ്റെ ഡ്രസ്സ്, ഇപ്പോൾ നമ്മൾ അസംബ്ലിയിൽ വരുമ്പോൾ ആ ഡ്രസ്സ് അതൊരു ന്യായാധിപൻ്റെ അല്ലെങ്കിൽ ഒരു നീതിമാൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ ശനിയാണ് ആ നീതിമാൻ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പം ശരിക്കും പൂയ നക്ഷത്രം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അല്ലെങ്കിൽ ആ വിജയിൻ്റെ ജാതകം അല്ലെങ്കിൽ വെച്ചോളൂ, വേറെ ആരെങ്കിലും ജാതകമാകട്ടെ, ആ 22 ജൂൺ 74 അപ്പോൾ ഇത് വേറെ ആരുടേതെങ്കിലും ആയിക്കോളൂ, പോട്ടെ, വിജയ് തന്നെ ആവണമെന്നില്ല, വേറെ ആരതായിക്കോട്ടെ. നിങ്ങൾക്കിതൊരു പ്രഡിക്ഷൻസ് എങ്ങനെയാണ് ജാതകം
പറയേണ്ടതെന്നുള്ള രീതിയെങ്കിലും നിങ്ങൾ അത് കണക്കാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പോൾ അതിനു വേണ്ടിയല്ല ഞാനിട്ടത്. പക്ഷേ എന്തോ എനിക്കൊരു കൗതുകം, എങ്ങനെ നമ്മളിപ്പോൾ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്കൊരിക്കലും പോയി ഇവിടെ സാധാരണ നമുക്ക് ലൈഫൊന്നും ആയിരിക്കില്ലേ, വളരെ കഷ്ടവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് തിരഞ്ഞെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെന്നുള്ളത് അത് നമുക്ക് നോക്കാം. ഇവിടെ കർക്കിടക ലഗ്നമാണ് വരുന്നത്. അവിടെ ലഗ്നാധിപതി തന്നെ ചന്ദ്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നു, പൂയം നക്ഷത്രത്തിൽ എന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. അതേപോലെ ചൊവ്വയും പൂയം നക്ഷത്രത്തിലാണ്. ചൊവ്വ എന്ന് പറയുന്നത് 5ൻ്റെയും 10ൻ്റെയും അധിപതിയാണ് ചൊവ്വ. രണ്ടും എങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഒരു നീചഭംഗത്തിലാണ്. കാരണം നീചഭംഗ യോഗം എന്നേ പറയാൻ പറ്റുള്ളൂ, രാജയോഗം എന്ന് പറയാൻ പറ്റില്ല. കാരണം രാജയോഗനാണെങ്കിൽ ഉച്ചന് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഉച്ചൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി ചൊവ്വ നീചമാണ്. അപ്പോൾ ഉച്ചനോട് നിൽക്കുകയാണെങ്കിൽ അത് നീചഭംഗ രാജയോഗം എന്ന് പറയാം. പക്ഷേ ഇവിടെ നീചഭംഗം എന്നുള്ളത് നമുക്കെടുക്കാം. അതായത് ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. ചൊവ്വ അതായത് ആയില്യം നക്ഷത്രത്തിലാണ് ആക്ച്വലി നീചമാകുന്നത്. പക്ഷേ ഇത് പൂയ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രന് ബലമുണ്ടല്ലോ, ലഗ്നാധിപതി ബലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചൊവ്വയ്ക്ക് നീചഭംഗം കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്കെടുക്കാം. അത് കഴിഞ്ഞ് കർക്കിടകം എന്ന് പറയുന്നത് എന്താ പറയുക, രാഷ്ട്രീയത്തിൻ്റെ അതാണ്. എല്ലാം അവർക്ക് പബ്ലിക്കിന് വേണ്ടി അവർ ഇറങ്ങും. അവർക്ക് മാരേജ് ലൈഫ് അല്ലെങ്കിൽ അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് ഇങ്ങനെ പൊതു സമൂഹത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴാണ്. കുടുംബത്തെ വിட അവർ കൂടുതലും ജനങ്ങളിലോട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ചിന്തയുള്ളതാണ് കർക്കിടക ലഗ്നം. പിന്നെ സൗമ്യമായ ഇതാണ്, മാതൃത്വം തുളുമ്പുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കർക്കിടക ലഗ്നത്തിന് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ അതേസമയം ഇനി അടുത്ത രണ്ടാം അധിപതി 12ലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ സൂര്യൻ 12ലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 2ഉം 12ഉം നമുക്ക് പൊതുവേ കണക്ഷൻ എങ്ങനെ വരുമെന്ന് വെച്ചാൽ വിദേശത്ത് പോണ ഒരു യോഗമാണ് പറയാൻ. വരുമാനത്തിന് വേണ്ടി വിദേശത്ത് പോയി എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാം. പക്ഷെ അദ്ദേഹം ഒരുപാട് പടങ്ങളെയൊക്കെ അഭിനയിച്ചതാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ഇൻകം അവർക്കുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. പിന്നെ ഈ 12ൽ സൂര്യൻ നിന്നാൽ ഗവൺമെൻറ് പെൻഷൻ വാങ്ങാനുള്ള യോഗമെന്നും അവസാനം വരയ്ക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുമെന്നുള്ളതും ആ 12ലെ സൂര്യനും കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് മൂന്നാം അധിപതി ഇവിടെ എന്താ പറയുക, 12ൽ മൂന്നാം അധിപതി 12ലാണ്. അപ്പോൾ 3ഉം 12ഉം കണക്ഷൻ. ഇപ്പോൾ ഇവിടെ എന്ത് പറയുന്നത് വെച്ചാൽ 3ഉം 12ഉം ആണെങ്കിൽ അവർ 3 എന്നുള്ളത് പരിശ്രമം, 12 എന്നുള്ളത് അവസാനം വരയ്ക്കും പറയുന്നതാണ് 12 എന്നുള്ളത്. അപ്പം അവസാനം വരയ്ക്കും ഇവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ കഠിന പ്രയത്നമാണ്. 3 12ൽ 3 ബലമായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ അവിടെ സൂര്യനാൽ ബലം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പൊതുവേ പറയും അവിടെ ഒരു സ്വക്ഷേത്ര ബലമുണ്ടെന്ന് പറയും. പക്ഷേ 3 മൗഢ്യമാണ്. സൂര്യനാൽ ശനിയും ബുധനും മൗഢ്യത്തിലാണ്. അപ്പം 3ആം അധിപതി 12ൽ പോയാൽ നമുക്ക് ആ പരിശ്രമം അവസാനം വരയ്ക്കും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള പരിശ്രമം നിരന്തരമായിട്ടുള്ളൊരു സക്സസ്സിലോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാം. പിന്നെ 3ആം അധിപതി മൗഢ്യമാണ്. അപ്പോൾ മൗഢ്യത്തിൻ്റെ അതിൻ്റെ കൂടെ മാന്തി നിൽക്കുന്നുണ്ട്. അപ്പം മൗഢ്യം എന്ന് പറയുമ്പോൾ ഇളയ ഒരു സഹോദരി ആളില്ല, മരിച്ചിട്ടുണ്ട്, ആളില്ല ഇപ്പോൾ. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 3ആം അധിപതി 12ലാണ്. അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. അതേസമയം കാരകനായ ഇപ്പം സഹോദര കാരകൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വയും പോയി നീചമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
ഒരു കുട്ടി ഇല്ല, ഇളയ സഹോദരൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 4-ാം അധിപതി 11-ലാണ്. അപ്പം 4-ാം അധിപതിയും ശുക്രനും 4-ാം അധിപതിയോടൊപ്പം 11-ൽ നിൽക്കുന്നു ശുക്രൻ, പക്ഷേ കേതുവോടൊപ്പം നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ശുക്രൻ എന്നുള്ളത് ഇവിടെ നമുക്ക് കർക്കിടക ലഗ്നത്തിന് ശുക്രൻ ബാധകാധിപതിയാണ്. 11-ാം സ്ഥാനം ചരരാശി ആയതുകൊണ്ട് 11-ാം സ്ഥാനം ബാധകാധിപതിയാണ്. ഇപ്പോൾ ശുക്രദശയാണ് നടക്കുന്നത്. 2036 വരേക്കും ശുക്രദശയാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് ബാധകാധിപതിയുടെ പല പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനിയും 10 വർഷം പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ 11-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട്, കൂടെ കേതു നിൽക്കുന്നതുകൊണ്ട് തടസ്സങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് 11-ാം അധിപതി ആയതുകൊണ്ടും 11-ൻ്റെ ഫലം ഇവർക്ക് കൊടുക്കണം. ഈ ജാതകന് 11-ൻ്റെ ഫലം, അതായത് ശുക്രൻ 11-ൻ്റെ ഫലം കൊടുത്തു തന്നെ ആകണം. വണ്ടി, വാഹനം, കാരണം എല്ലാം ഉണ്ടാവും. അപ്പോൾ 11-ൻ്റെ ആ ഇത് കൊടുക്കുന്നുണ്ട്. അവസാനം ഒരു സക്സസ്സിലോട്ട് തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും 11-ൻ്റെ ഫലം ചെയ്യണമല്ലോ, എത്രയായിരുന്നാലും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇവർക്ക് കിട്ടും എന്ന് പറയാം. അപ്പോൾ അടുത്തത് 5-ൽ രാഹുവാണ്. അതേസമയം 5-ാം അധിപതി ലഗ്നത്തിലാണ്. അപ്പോൾ 5-ാം അധിപതി ലഗ്നത്തിലാണെങ്കിൽ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. 5-ാം അധിപതി 9-ാം അധിപതിയൊക്കെ ലഗ്നത്തിൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ 5-ഉം 10-ഉമാണ്. 5-ഉം 10-ൻ്റെയും ആളാണ് കുജൻ ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കലകളിലൂടെയുള്ള 10 ജോലിയല്ലേ, 10 തൊഴിലാണ്. അപ്പോൾ അങ്ങനെ ഒരു വരുമാനം പറയാം. 5 എന്ന് പറയുന്നത് കലകളിൽ ഡാൻസ്, പാട്ട്, സിനിമ, TV ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റുള്ള എല്ലാ കാര്യങ്ങളും 5-ാം ഭാവത്തിന് പറയാം. അപ്പോൾ 10 എന്നുള്ളത് ജോലി. ആ രണ്ടും ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കത് കലകളിൽ കൂടെ സമ്പാദിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇനിയൊരു കാര്യം, നീചഭംഗം എന്ന് പറയുമ്പോൾ എപ്പോഴും നീചഭംഗത്തിന് അങ്ങനെ എന്താ പറയുക, ആ ഒരു ഭാഗ്യം കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നീചത്തിൻ്റെ കാര്യം അവിടെ സംഭവിച്ച ശേഷം തന്നെ നീചഭംഗം എന്നുള്ളത് വരികയുള്ളൂ. അപ്പം നീചം എന്നുള്ളത് ഒരു പക്ഷേ ഒരു വേറൊരു പ്രൊഫഷനിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് വേണ്ടാന്ന് വെച്ചിട്ട്, നഷ്ടമായതല്ല, സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്, വേറൊരു തലത്തിലോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയും ആ ഭംഗം നീചം പറയാം. അല്ലെങ്കിൽ ആ ചൊവ്വയ്ക്കുള്ള നീചം എന്നുള്ള സഹോദര സ്ഥാനത്തെയും പറയാം. എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ടും വലിയ, അതായത് നല്ല സാലറി വാങ്ങുന്ന ആളെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് വരികയാണെങ്കിൽ ആ നീചത്തിൻ്റെ അവസ്ഥയാണോ എന്ന്, ആ ഭംഗം വരുമ്പോൾ നീചത്തിൻ്റെ കാര്യം കൂടെ നടത്തിയിട്ടാണ് ഭംഗം തരുന്നത്. അല്ലാതെ അങ്ങനെ ഒറ്റയടിക്ക് ഭാഗ്യം കിട്ടുമെന്ന്, നീചഭംഗത്തിന് ഭാഗ്യം കിട്ടുമെന്ന് പറയില്ല. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആണ് നമുക്ക് ഭംഗത്തെ തരുന്നത്. അടുത്തത് 6-ാം അധിപതി, 6-ൻ്റെ 9-ൻ്റെ അധിപതി 8-ൽ നിൽക്കുന്നു. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, പല യോഗങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. അതാണ് എനിക്ക് അതിശയമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അപ്പം ഞാനത് ഈ ജാതകം ഞാൻ ഇതുവരെ അങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ എൻ്റെ കയ്യിൽ കുറേ ജാതകങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഇടാറില്ല. പക്ഷേ ഇത് അങ്ങനെയെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് സമയം ശരിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ ആ ടൈം ഒരു തരത്തിൽ ആ സമയം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 6-ാം അധിപതി 9-ാം അധിപതിയും 8-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 6-ാം അധിപതി 8-ൽ നിൽക്കുന്നു. അപ്പോൾ ഇതൊരു വിപരീത രാജയോഗമാണ്. 6-ാം അധിപതി 8-ൽ. അതുപോലെ അപ്പോൾ ഈ വിപരീത യോഗത്തെപ്പറ്റി നമുക്ക് പറയാം. 6-ഉം 9-ഉം 8-ലാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം അത് നമുക്ക് ആ ഗുരുവാണ്. ആ ഗുരുവിൻ്റെ ദൃഷ്ടി എവിടെ പോകുന്നു? 5-ാമത്തെ ദൃഷ്ടിയിൽ 12-ൽ നോക്കുന്നുണ്ട്. 7-ാമത്തെ ദൃഷ്ടിയിൽ 2-നെ നോക്കുന്നുണ്ട്. 9-ാമത്തെ ദൃഷ്ടിയിൽ 4-നെ നോക്കുന്നുണ്ട്. അപ്പോൾ
ഈ അതായത് എന്താ പറയണതെന്ന് വെച്ചാൽ ഗുരു ശരിക്കും, അതായത് വ്യാഴം ശരിക്കും നമ്മളെ ഇപ്പോൾ കുംഭലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ, കുംഭരാശിയിൽ നിൽക്കുകയാണെങ്കിൽ കോടീശ്വര യോഗം എന്നാണ് പറയുന്നത്. കോടിയായിട്ട് കൊടുക്കും എന്നാണ് പറയുന്നത്. കുംഭത്തിൽ ഗുരു ഏറ്റവും നല്ലതാണ്. അതും സ്വക്ഷേത്ര സ്വന്തം പൂരിട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പിന്നെ ഗുരു തന്നെ സൂര്യനെ നോക്കുന്നുണ്ട്, ശനിയെ നോക്കുന്നുണ്ട്, ബുധനെ. ഇപ്പോൾ ഇവിടെ 5ാമത്തെ ദൃഷ്ടിയിൽ ഇവിടെ നോക്കുന്നുണ്ട്, 7ാമത്തെ ദൃഷ്ടിയിൽ 2ാം ഭാവത്തിന് നോക്കുന്നുണ്ട്, 4ാമത്തെ ദൃഷ്ടിയിൽ 9ാമത്തെ ദൃഷ്ടിയിൽ 4ാമത്തെ ഭാവത്തെ നോക്കുന്നു. അപ്പം 4ാം ഭാവത്തിൽ ഗുരു നോക്കുകയാണെങ്കിൽ മനസ്സാക്ഷിയുള്ള ആളാണെന്ന് നമുക്ക് പറയാം. 4ലെ ഗുരു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4 എന്നുള്ളത് മനസ്സാണ്, മനസ്സാക്ഷിയുള്ള ആളായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാം. തെറ്റുകൾ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും പറയാം. 4ലെ ഗുരു നോക്കുന്നു. അപ്പോൾ ഈ അടുത്തത്, അപ്പോൾ ഇത് 3 ദൃഷ്ടിയും ഗുരുവിനെ പറയുന്നുണ്ട്. കുബേരയോഗം തന്നെ പറയുന്നുണ്ട്. അതുപോലെ സൂര്യൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂര്യനും ഗുരുവും തമ്മിൽ ദൃഷ്ടിയുണ്ടെങ്കിൽ അതൊരു ശിവരാജയോഗമാണ്. ശിവരാജയോഗം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരുപാട് വിപരീത രാജയോഗമുണ്ട്. അതൊരു ശിവരാജയോഗം എന്ന് പറയും. മനസ്സിലായില്ലേ? അതുപോലെ 7ാം അധിപതിയും 8ാം അധിപതിയും അതുപോലെ 12ലാണ്. അപ്പോൾ 8ാം അധിപതിയും 12ലാണ്. മനസ്സിലായില്ലേ? 6ാം അധിപതി 8ലാണ്, 8ാം അധിപതി 12ലാണ്. അപ്പോൾ അതും ഒരു വിപരീത രാജയോഗമാണ്. അതായത് ഹർഷയോഗം, സരള, വിമല, ഇങ്ങനെ 3 യോഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ 8ാം അധിപതിയും 7ാം അധിപതിയും 8ാം അധിപതിയും ശനി ഇവിടെ മൗഢ്യത്തിലാണ്. അതുകൊണ്ട് മാരേജിൽ ചില പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് അത് അവിടെ സൂചിപ്പിക്കുന്നു. അസ്തങ്ങോ, അതായത് 12ലാണ്, ഒരു പക്ഷേ ഒരു 12 മണിക്കൂറോ അല്ലെങ്കിൽ 120 കിലോമീറ്ററോ അല്ലെങ്കിൽ 12 കിലോ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു വൈഫായിരിക്കും വരുന്നത് എന്ന് നമുക്ക് പറയാം. കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും ടൈമിൻ്റെ ഡിഫറൻസ് ഉള്ള ഒരു വൈഫ് ആ സ്ഥലത്ത് നിന്നായിരിക്കും ആ വൈഫ് വരുന്നതെന്ന് 12ൽ മറിഞ്ഞത് കൊണ്ട് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ അത് മൗഢ്യത്തെ കാണിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അടുത്തത്, അതേസമയം ഗുരുവിൻ്റെ ഒരു ദൃഷ്ടിയുമുണ്ട്. അതും കുറച്ച് ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കുറച്ച് ചിലപ്പോൾ അത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാം എന്നല്ല, കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളും കൊടുക്കാം. എന്നാൽ അതിപ്പോൾ പ്രശ്നത്തിലാണ് എന്ന് പറയുന്നു. അടുത്തത്, അത് കഴിഞ്ഞിട്ട് എന്താ പറയണേ, അപ്പം അടുത്തത് 9ആയി. അപ്പോൾ ഈ 9 പോയി 8ൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ 9ാം അധിപതി 8ൽ നിൽക്കുകയാണ്. അപ്പോൾ 8ൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുബേരയോഗം പറയാം. 9ഉം 8ഉം കണക്ഷൻ കുബേരയോഗം എന്ന് പറയും. ആ ഒരു യോഗവും ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 10ാം അധിപതി, 10 എന്ന് പറയുമ്പം ചൊവ്വയാണല്ലോ, അത് ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 11 സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് ബാധകാധിപതി ആയതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് കരൂർ സംഭവം നടന്നു, പിന്നെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയില്ല, ജനനായകൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിലും അവസാനം അതൊരു 11ൻ്റെ ഒരു ഫലം കൊണ്ട് ഒരു നല്ല രീതിയിൽ തന്നെ പദവിയൊക്കെ എടുക്കാനൊക്കെ പറ്റി എന്നുള്ളതാണ് പറയേണ്ടത്. അവർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളാണ് അവർക്ക്. അതെല്ലാം കൊടുത്തുകൊണ്ട് തന്നെ നല്ലതും കൊടുത്തു എന്ന് വേണം പറയാൻ. അതെന്തുകൊണ്ട് വന്നാൽ ഈ നിരന്തര പരിശ്രമമാണ്. ഈ പരിശ്രമമാണ്. അതാണ് ഇത്ര ഷോർട്ട് പീരീഡിൽ ഒരു 2.5 വർഷം 2.25 വർഷം തന്നെ ഉണ്ടാവും ഒരു പാർട്ടി പറഞ്ഞു തുടങ്ങിയത്. സിനിമയിൽ വരാൻ പോകുന്നു, വിജയ് സിനിമയിൽ വരാൻ പിന്നെ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നൊക്കെ പറഞ്ഞത് കുറച്ച് കാലങ്ങൾ കൊണ്ട് കുറച്ച് അതായത് 2-3 വർഷത്തിനാണ് ഞങ്ങളതൊക്കെ കേട്ടത്. അപ്പോഴും ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. ഒരു പക്ഷേ ഈ ഒരു വർഷം കുറച്ച് സീറ്റ് കിട്ടും, ഇങ്ങനെ സീറ്റുകളൊക്കെ ഇങ്ങനെ ചിതറിപ്പോകും എന്നുള്ള മനസ്സിലായി. പക്ഷേ ഇത്രയും ഒരു എന്താ പറയുക, തമിഴ്നാട്ടിൽ അവർ പറയും ഹിമാലയ വെറ്റി എന്ന് പറയും. അത്രത്തോളം ഇങ്ങനെ തൂത്തുവാരിക്കൊണ്ട് പോകുന്നൊന്നും ആരും വിചാരിച്ചില്ല.
അപ്പം ഇത്രയും നാളും അവിടെ ഭരിച്ചിരുന്നത് ADMK അല്ലെങ്കിൽ DMK, ഇത് രണ്ടും തന്നെ വരും. വേറെ ഒരു കക്ഷി അവിടെ ഇല്ല. അത്രയും ഇത്ര ഒരു ഇതുള്ള കക്ഷികളൊന്നുമില്ല. അവരെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാവരും മാറ്റിമറിച്ചുകൊണ്ടാണ് നല്ല യങ്സ്റ്റേഴ്സൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആരും പ്രതീക്ഷിക്കാത്തതാണ്. തമിഴ്നാട്ടിൽ ഒരാൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം എനിക്ക് മനസ്സിലായത് 3ഉം 12ഉം കണക്ഷൻ തൊടുന്നതെല്ലാം പൊന്നെന്നുള്ള രീതിയാണ്. നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതാണെങ്കിൽ എക്സാമിൽ പാസ്സാവും, കണ്ടിന്യൂസ് ആയിട്ട് സീറ്റ് കിട്ടും, കണ്ടിന്യൂസ് ആയിട്ട് ഇവർ എഴുതുന്ന പരീക്ഷകളൊക്കെ പാസ്സാവും. 3, 12 അങ്ങനെയാണ്. അവസാനം വരയ്ക്കും എന്താ പറയുക, 12 എന്ന് പറയുന്നത് അവസാനം വരയ്ക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് 3ഉം 12ഉമാണ്. അത് ഒരു നല്ല ഒരു ഫലം തന്നെയാണ്. അപ്പം എന്ത് തന്നെ നമ്മൾ 3ആം ഭാവം എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചേ കൊണ്ടേയിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ് ഈ ജാതകം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 7ാം അധിപതിയും 8ാം അധിപതിയും എന്താ പറയണേ മൗഢ്യമാണ്. ശനി 7ഉം മൗഢ്യമാണ്, 8ഉം മൗഢ്യമാണ് അല്ലേ. അപ്പോൾ പക്ഷേ ഗുരു അവിടെ നോക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നം പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് 12ാം അധിപതി തന്നെ 12ൽ. അപ്പോൾ അതും ഒരു വിപരീത രാജയോഗമാണ്. അതുപോലെ പർവ്വത യോഗമാണ്. 12ൽ 12ാം അധിപതി തന്നെ നിൽക്കുന്നത് പർവ്വത യോഗം, രാജയോഗമാണ്. പർവ്വതം പോലെ വളരും, അല്ലെങ്കിൽ നമ്മൾ മൗണ്ടൻ പോലെ വളരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇനി അതിൽ നമ്മൾ യോഗങ്ങളെന്ന് പറയുകയാണെങ്കിൽ നീചഭംഗ യോഗം എന്നൊന്നുണ്ട്. വിപരീത രാജയോഗം 6, 8ലാണ്, 8, 12ലാണ്, 12, 12ലാണ്. അപ്പം ആ ഒരു രാജയോഗം പറയുന്നുണ്ട്. പിന്നെ ഗുരു അതായത് 9ാം അധിപതി 8, 9 കണക്ഷൻ വന്ന കുബേരയോഗം പറയുന്നുണ്ട്. പിന്നെ ഗുരു സൂര്യന് ദൃഷ്ടി ചെയ്ത് ശിവരാജയോഗം, പരസ്പരം ദൃഷ്ടി ചെയ്യുകയാണെങ്കിലും ശിവരാജയോഗം പറയുന്നുണ്ട്. പിന്നെ ഗുരു 4നെ നോക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സാക്ഷിയുള്ള വ്യക്തിയാണെന്ന് പറയാം. പിന്നെ വേറെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജാതകത്തിൽ, പൊതുവേ ഒരു ജാതകത്തിൽ ചൊവ്വ, ഗുരു, സൂര്യൻ ഇവർ 3 പേരും പരസ്പരം ദൃഷ്ടിയുണ്ടെങ്കിൽ, ഏത് ജാതകമാകട്ടെ, പിന്നെ അതായത് രാജഗ്രഹങ്ങൾ എന്ന് പറയും, രാജഗ്രഹങ്ങൾ എന്ന് പറയുന്ന ചൊവ്വ, ഗുരു അല്ലെങ്കിൽ സൂര്യൻ ഇവർ 3 പേരും പരസ്പരം ദൃഷ്ടി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാലും നല്ല ഉയർച്ചയിലെത്തുമെന്നാണ് പറഞ്ഞത്. അതൊരു വലിയ യോഗമെന്നാണ് പറയുന്നത് പൊതുവായിട്ടും. അത് നോക്കിയാൽ നമുക്കിതാ ചൊവ്വയുടെ 8ാമത്തെ ദൃഷ്ടിയിൽ ഗുരുവാണ്, ഗുരുവിൻ്റെ 5ാമത്തെ ദൃഷ്ടിയിൽ സൂര്യനാണ്. അപ്പം ഇങ്ങനെ ഈ 2 കണക്ഷൻ ഇവർക്ക് വരുന്നുണ്ട്. സൂര്യൻ ആരെയും നോക്കുന്നില്ല, പക്ഷേ സൂര്യൻ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഒരു യോഗം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ നിങ്ങൾ CMൻ്റെ ജാതകമൊന്നും വിജയൻ്റെ ജാതകമൊന്നും നോക്കണ്ട. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഞാനൊരു 9 മണിയാണ് ഇട്ടത് കേട്ടോ, 9 മണിയായിട്ട്. അപ്പോൾ 22/6/74 ഒരാളിൻ്റെ ജാതകം ഈ 9 മണി അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജാതകം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്തുകൂടെ. എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ജാതകം വെറുതെ ഞാനിങ്ങനെ നോക്കുമ്പോൾ, കാരണം കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ വിജയൻ്റെ കാര്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് TV-യിൽ. അങ്ങനെയാണ് പലരും ജാതകം ഇടുന്നുണ്ട്. അപ്പോൾ ടൈം നോക്കിയപ്പോൾ ടൈം കറക്റ്റായി വരുന്നുണ്ട്, ഡേറ്റ് കറക്റ്റായൊക്കെ വരുന്നുണ്ട്. കാരണം 74-ലാണെന്നുള്ളത് അറിയാം. അതേസമയം ടൈം മാത്രം ആരും പറയുന്നില്ല, പറയുന്ന ടൈം അത് ശരിയായിട്ട് വരുന്നില്ല. 7/20 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുണർന്ന നക്ഷത്രം തീർച്ചയായിട്ടും പുണർന്ന നക്ഷത്രമല്ല. കാരണം പിന്നെ പൂയം നക്ഷത്രമാണ് വൈരാഗ്യം എന്നുള്ളത്. കാരണം എങ്ങനെയെങ്കിലും ജയിച്ച് വരണം, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഉയർച്ച വരണം എന്നുള്ള ഒരു തോന്നൽ, ആ വൈരാഗ്യം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെ ഈ പൂയ നക്ഷത്രത്താണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടങ്ങൾ അങ്ങനെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായാലും പിന്നീട് ഒരു വൈരാഗ്യം കൊണ്ട് മുന്നോട്ട് വരുന്ന രീതിയാണ് പൂയ നക്ഷത്രത്തിന്. അതായത് നമുക്കത്
എങ്ങനെ വേണമെങ്കിലും പറയാം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൂയ നക്ഷത്രം എടുത്തത്. ഇപ്പോഴുള്ള ഡ്രസ്സും കൂടെ നോക്കുമ്പോൾ എനിക്കത് കറുപ്പും ആ ഒരു എന്താ പറഞ്ഞ ഒരു ന്യായാധിപൻ്റെ, അതായത് ഒരു നീതിമാൻ എന്നുള്ള രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആ ശനിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് എടുത്തത്. പിന്നെ ഇത് അഞ്ചാം അധിപതിയാണ് ചൊവ്വ. ഈ അഞ്ചാം അധിപതിയും ലഗ്നാധിപതിയും. അപ്പോൾ അഞ്ചാം അധിപതി ലഗ്നാധിപതിയും. അപ്പോൾ അത് രണ്ടും കണക്ഷനായി, 5ഉം ലഗ്നം 1 5ആയി. അവിടുന്ന് ഇത് നേരെ നോക്കിയാൽ 9. അപ്പോൾ ചൊവ്വ 9 നോക്കുമ്പം 1 5 9 ത്രികോണത്തിൻ്റെതും അവർക്ക് കണക്ഷൻ വരുന്നുണ്ട്. ലഗ്നം നമ്മൾ പറയും ലഗ്നം സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ ത്രികോണം സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നോക്കിയോളൂ, 1 5 9 ഇത് കണക്റ്റ് ആവണമെന്ന്. ചൊവ്വയും 5ഉം 9ഉം കണക്റ്റ് ആവുമായിരുന്നു. അതും ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് യോഗങ്ങൾ നിറയുണ്ട് എല്ലാവർക്കും. പക്ഷേ യോഗങ്ങൾ കുറച്ച് ഫലങ്ങൾ ചെയ്യുമോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കണം. ചില സമയത്ത് യോഗങ്ങൾ അതിൻ്റെ ഇത് കിട്ടും, എങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് കിട്ടും, നമുക്ക് ആ സമയത്തിന് കിട്ടുമോ എന്നുള്ളതല്ല. ചിലർക്കത് ഗ്രഹങ്ങൾ മാറി മാറി നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ മോശമായ ഗ്രഹങ്ങളൊക്കെ നിൽക്കുമ്പോൾ, മോശം എന്ന് വെച്ചാൽ പാപഗ്രഹങ്ങളൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പം കിട്ടാനുള്ള കുറച്ച് വല്ലതും കിട്ടും, അവരവരുടെ ലെവലിനുള്ളത് കിട്ടും. ഇതങ്ങനെയല്ല. പിന്നെ ഒന്നാമത്തെ പ്രശ്നം, ഗുരു തന്നെ 4ൽ നോക്കുന്നുണ്ട്. 4 എന്നുള്ളതൊരു പദവിയാണ്. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ വരയ്ക്കും വരേണ്ട ഒരു പദവി തന്നെയാണ് 4 എന്നുള്ളത്. അതേസമയം 10 എന്ന് പറയും നമുക്ക് ഉച്ച പദവിയാണ്, പ്രൈം മിനിസ്റ്റർ ലെവൽ, അങ്ങനെ പോകാനുള്ള യോഗമാണ്. ഇത് 4ൽ ഗുരു നോക്കുന്നുണ്ട്, ഇപ്പോൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ദൃഷ്ടി 4ലോട്ടുണ്ട്. അപ്പോൾ ആ ഒരു പദവിക്കും ആ സമയം വന്നപ്പോൾ ഒരു യോഗം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ നിങ്ങൾ വിജയിൻ്റെ ജാതകം നോക്കണ്ട, ഈ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഹൊറോസ്കോപ്പ് കിട്ടിയാൽ എങ്ങനെയാണ് നിങ്ങൾ അത് പറയേണ്ടത്, അല്ലെങ്കിൽ ജാതകത്തെ വിശകലനം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്കാക്കുകയാണെങ്കിലും ശരി, ഇതുപോലെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാം. കാരണം വീട്, വാഹനം ഒക്കെ എല്ലാ കാര്യങ്ങളും കിട്ടും അവർക്ക്. 11ാം അധിപതി ബാധകപതി ആണെങ്കിലും ചില ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും കൊടുത്താലും ഇവർക്ക് യോഗം എന്നുള്ളത് കൊടുക്കും. അപ്പോൾ കേതുവും കൂടെ നിൽക്കുന്നു. പക്ഷേ മാരേജ് ലൈഫിലൊക്കെ പ്രശ്നങ്ങൾ വരാം. ശുക്രനും കേതുവും വിവാഹത്തിനൊക്കെ ബുദ്ധിമുട്ട്, വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മാരേജ് ലൈഫിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ കൊടുക്കാം ശുക്രൻ കേതു. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ, വീട് അല്ലെങ്കിൽ വാഹനം ഇങ്ങനെയുള്ള സൗഭാഗ്യം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് പിന്നെ അത് മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം 11 എന്നുള്ള ഒരു ശുക്രൻ, ആ 11 എന്നുള്ളതിൻ്റെ ഇപ്പോൾ 9 ആവട്ടെ 5 ആവട്ടെ 11 ആവട്ടെ, എങ്ങനെ ഗ്രഹങ്ങൾ മാറി മറിഞ്ഞ് നിന്നാലും മറവിലൊക്കെ നിന്നാലും ആ ഒരു യോഗം അത് കിട്ടിത്തന്നെ ആകും. കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും ആ ഒരു ഫലം തീർച്ചയായിട്ടും കൊടുക്കും. അത് നമുക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ 5 ആയാലും 9 ആയാലും 11 ആയാലും നമുക്ക് ചെയ്യേണ്ടത് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ബാധകാധിപതി ദിശ നടക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉണ്ടാവും. എന്നാലും ആ സക്സസ്സിലോട്ട് എത്തിയത് അത്രയും ഞാൻ പറയുന്നത് പരിശ്രമം മാത്രമാണ്. ഭയങ്കര പരിശ്രമം. 3 12 നിന്നാലേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. 3 എന്നുള്ളത് പരിശ്രമത്തിൻ്റെ ഭാവമാണ്, 12 എന്നുള്ളത് അവസാനം വരയ്ക്കും എന്നുള്ളതാണ്. അപ്പം എനിക്ക് എൻ്റെ ഹൈലൈറ്റ് എനിക്ക് അവിടെയാണ് തോന്നിയത്. 3ഉം 12 ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് അത് എത്രയോ വർഷങ്ങൾ കൊണ്ട് അത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനെ ആ സമയമായപ്പോൾ എല്ലാ യോഗങ്ങളും ചേർന്ന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും 10 വർഷം ബുദ്ധിമുട്ടാണ്. 10 വർഷത്തേക്ക് യോഗം ഇത് ശുക്രൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുമൊക്കെ ഇവർക്കുണ്ട്. അതൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ തമിഴ്നാട് ഭരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു നല്ല ജാതകം കണ്ടിട്ട് ഒരു നല്ല ജാതകം തന്നെ തോന്നുന്നു. പിന്നെ ഒന്നാമത്തെ പ്രശ്നം, നമ്മളിപ്പോൾ എന്ത് തന്നെ പ്രശ്നമൊന്നും ജനങ്ങൾക്ക് തമിഴ്നാട് മക്കൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. കാരണം ഫാമിലി പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ പിന്നെ കരൂരിൽ നടന്ന സംഭവമാവട്ടെ, അല്ലെ ഒന്നും എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നില്ലേ, അതൊന്നും ആരെയും ബാധിച്ചില്ല എന്നുള്ളതാണ്. അവരൊറ്റ ഫോക്കസ് വിജയിൽ മാത്രമായിരുന്നു.
അതാണ് ഇത്ര ഒരു വലിയ സക്സസ്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ 2-3 കുറച്ച് സീറ്റുകളൊക്കെ വാങ്ങും, ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ഒരു പക്ഷേ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഇവർക്ക് ചാൻസ് കിട്ടും എന്നൊക്കെയാണ്. നമ്മൾ ചെന്നൈയിലിരിക്കുകയാണ്, അപ്പം നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ അതൊന്നുമല്ല. എല്ലാവരെയും മനസ്സിനെയൊക്കെ എല്ലാവരും നമ്മൾ ആരൊക്കെ എന്തൊക്കെ ചിന്തിച്ചുവോ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നല്ലൊരു എന്താ പറയുക, എല്ലാം അതും അവരുടെ ഗ്രൂപ്പ് ആൾക്കാരുടെയൊക്കെ പറഞ്ഞ് എല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. എല്ലാവരും നല്ല നല്ല എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, PhD ഉള്ളവർ എല്ലാം പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതുപോലെയൊക്കെ നിങ്ങൾ കുറച്ച് എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഇത് പ്രയോജനപ്പെടും. അവർക്ക് കുറച്ച് മനസ്സിലാക്കാനും പറ്റും എന്താണെന്നുള്ളത്. ഇത്രയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇനി പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഓരോ ഭാവത്തിനെ പറ്റിയും ഓരോ കാര്യങ്ങളും ഒരുപാട് പറയാം. പക്ഷേ ഇത് ഇത്രയും മതി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.